ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞായറാഴ്ചയല്ലേ, നമുക്ക് അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ബിരിയാണി പോട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നെയ്യും ഞാൻ പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ മസാലക്കൂട്ട്, അതായത് ഗ്രാമ്പൂ, പട്ട, ലീഫ് എന്നിവ നമ്മൾ ഓയിലിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് മൂത്തതിന് ശേഷം ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ തക്കാളിയും ഒന്ന് ജ്യൂസ് അടിച്ച് ഒഴിക്കാം. ഞാനത് ചെയ്യുന്നില്ല, ഞാൻ അരിഞ്ഞാണ് ചേർക്കുന്നത്. പിന്നെ പച്ചമുളകും ചതച്ചിടാം, ഞാനത് ചെയ്യുന്നില്ല, ഞാൻ അരിഞ്ഞാണ് ഇടുന്നത്. പിന്നെ അപ്പം നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല. ഇന്ന് ചെയ്യുന്ന ബിരിയാണിയിൽ ഞാൻ മുളക് പൊടി ഒഴിവാക്കുവാണ്. അതിനുശേഷം ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അതിലേക്ക് ചേർക്കും. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഉടയണം. ആ രീതിയിൽ നമ്മൾ ചെറു തീയിലിട്ട് വേവിച്ചെടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് ഉപ്പും കൂടെ ആവശ്യം, നേരത്തെ കുറച്ച് ഉപ്പേ ചേർത്തുള്ളൂ, ബാക്കി ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ മസാലപ്പൊടിയായ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, ചിക്കൻ മസാല, പിന്നെ കുറച്ച് ഷുഗറും കൂടെ ഞാൻ ചേർക്കുവേ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി അരി നമ്മൾ ഇതിലേക്ക് ഇടും. പിന്നെ കഴുകി, അതായത് വേവിച്ച് ഞാൻ ഊറ്റിയെടുത്തതാണ്. പിന്നെ അതിനുശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഞാൻ ചേർക്കുന്നത് പൈനാപ്പിൾ എസൻസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ മല്ലിയില എൻ്റെ കയ്യിലില്ലായിരുന്നു, അതിന് പകരം ഞാൻ ബിരിയാണി ലീഫ് ഉണ്ടായിരുന്നു, അതിട്ട് നന്നായിട്ട് അടച്ച് ഒന്നെങ്കിൽ എന്തെങ്കിലും ഭാരമുള്ള സാധനങ്ങൾ അടപ്പിൻ്റെ മുകളിലോട്ട് വെക്കുക. അതായത് ഞാൻ വെള്ളമാണ് കുറച്ച് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് തീ കുറച്ച് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് നോക്കുക. അടിപൊളി ബിരിയാണി, കുഞ്ഞുങ്ങൾക്കായാലും കഴിക്കാം. അധികം എരിവൊന്നും കാണില്ല. കുരുമുളക് കൂടുതൽ ചേർത്താൽ മതി. ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നല്ല സൂപ്പർ ബിരിയാണിയാണ്. നമുക്ക് ഇനി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ ബിരിയാണി മാറ്റുവാണ്. നല്ല സൂപ്പറായിരിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റായിരിക്കും. സൂപ്പറാണേ.